ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഗാൽവ എന്ന യുവപ്രഭാവനായ ഗണിത ഗവേഷകൻ അന്ത്യശ്വാസം വലിച്ചു. പാരീസിലെ തെരുവിലിട്ട് പേപിടിച്ച തെരുവ് പട്ടി എന്ന പോലെ അദ്ദേഹത്തെ അടിച്ചു കൊല്ലുകയായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഏതോ ഉൾവിളിയോടെ സുഹൃത്തുക്കൾക്കെഴുതിയ സ്വകാര്യ എഴുത്തുകളിലൊന്നിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ രേഖപ്പെടുത്തിയത്. 15 വർഷത്തോളം കഴിഞ്ഞാണ് ആ കണ്ടുപിടുത്തങ്ങളുടെ പ്രാധാന്യം അംഗീകരിക്കപ്പെട്ടത്. അതോടെ ആധുനിക ബീജഗണിതം അഥവാ ആൾജിബ്ര ജനിച്ചു എന്ന് പറയാം. ഏറ്റവും പഴക്കം ചെന്ന ഗണിതശാഖകളിൽ ഒന്നാണല്ലോ ബീജഗണിതം. അതിൻ്റെ രൂപവും ഭാവവും മാറ്റിമറിക്കാൻ ഗാൽവായുടെ കൗമാര ചാബല്യത്തിന് കഴിഞ്ഞു. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണ സഭയ്ക്ക് അത് തുടക്കം കുറിച്ചു. കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ വേരുകൾ ആ കണ്ടുപിടുത്തങ്ങളിലാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. ഗണിതശാസ്ത്ര നഭസിൽ പൊട്ടിവിരിഞ്ഞ ഒരു മിന്നൽ പിണറാണ് വാണിഷേ ഗാൽവ. 21ാമത്തെ വയസ്സിൽ പാരീസ് നഗരത്തിൽ ഒരു തെരുവ് യുദ്ധത്തിൽ ആ അഗ്നി സ്ഫുലിംഗം പൊലിഞ്ഞുപോയി. തകർന്ന ഒരു പ്രേമബന്ധവും ഒടുങ്ങാത്ത സ്വാതന്ത്ര്യദാഹവുമാണ് കാമുകനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന ഈ ഗണിത ഗവേഷകൻ്റെ അകാല ദുരന്തത്തിന് വഴിയൊരുക്കിയത്. ചുരുങ്ങിയ ഈ കാലയളവ് കൊണ്ട് തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അമൂല്യങ്ങളായ നിരവധി സംഭാവനകൾ നൽകാൻ അസംതൃപ്തനും നിരാശനും അശുഭാപ്തി വിശ്വാസിയുമായിരുന്ന ആ ബാലൻ്റെ കൗമാര ചാബല്യത്തിന് കഴിഞ്ഞു എന്നാണ് ചരിത്രം വിലയിരുത്തുന്നത്. ഗാൽവായുടെ മഹത്വം അംഗീകരിക്കപ്പെട്ടത് വളരെ താമസിച്ചാണ്. പക്ഷേ 19ാം നൂറ്റാണ്ടിലെ ഗണിത ഗവേഷണത്തിൽ ഒരു വഴിത്തിരിവ് കുറിച്ചത് നിമിഷങ്ങൾ കൊണ്ട് മിന്നിമറഞ്ഞ പ്രകാശനാളമാണെന്ന് പറയാതെ വയ്യ. ആധുനിക ബീജഗണിതമെന്ന അതിപ്രധാനമായ ഗണിതശാസ്ത്ര ശാഖ ഗാൽവ തീർത്ത അടിത്തറയിൽ പടുത്തുയർത്തിയ മണിമന്ദിരമാണെന്നാണ് ചരിത്രം പറയുന്നത്. ഗാൽവ ഗ്രൂപ്പ്, ഗാൽവ ഫീൽഡ്, ഗാൽവ സിദ്ധാന്തം തുടങ്ങി ഗണിതശാസ്ത്രത്തിൻ്റെ സുപ്രധാന മേഖലകളിലെ ഗാൽവയുടെ അനശ്വര സ്മാരകങ്ങൾ ഒട്ടനവധിയാണ്. 1811 ഒക്ടോബർ 25-ാം തീയതി പാരീസിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറു നഗരത്തിലാണ് ഈ ഗണിതശാസ്ത്രജ്ഞൻ ജനിക്കുന്നത്. ഒരു സ്വകാര്യ സ്കൂൾ നടത്തി ഉപജീവനം കഴിച്ചിരുന്ന നിക്കോളസ് ഗബ്രിയേൽ ഗാൽവയായിരുന്നു പിതാവ്. സേവന തൽപരനും പൊതുപ്രവർത്തകനുമായിരുന്ന അദ്ദേഹം നെപ്പോളിയൻ്റെ ആരാധകനായിരുന്നു. കുറച്ചുകാലം അദ്ദേഹം ആ നഗരത്തിലെ മേയറായി സേവനമനുഷ്ഠിക്കുക പോലുമുണ്ടായി. നെപ്പോളിയൻ്റെ പതനത്തോടെ ആ കുടുംബത്തിൻ്റെ ദൗർഭാഗ്യവും ആരംഭിച്ചു. ഗാൽവയുടെ പിതാവ് നിരന്തരമായ വിമർശനത്തിനും പീഡനത്തിനും വിധേയനായി. ഗാൽവയുടെ മാതാവായ മേരി ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചവളും വിദ്യാസമ്പന്നയുമായിരുന്നു. സ്നേഹവതിയായ ജ്യേഷ്ഠ സഹോദരിയും അമ്മയും ചേർന്നാണ് ഗാൽവയെ 12 വയസ്സുവരെ പഠിപ്പിച്ചത്. സ്വതന്ത്രമായ ചർച്ചയും രാഷ്ട്രീയ ചായ്വുള്ള സംഭാഷണവും ആ കുടുംബത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. അസാധാരണമായ ബുദ്ധി വൈഭവവും ജനാധിപത്യത്തിലുള്ള ഉറച്ച വിശ്വാസവും തിളച്ചു പൊങ്ങുന്ന വിപ്ലവ അഭിനിവേശവും ഈ കാലത്ത് തന്നെ ഗാൽവ പ്രകടിപ്പിക്കുകയുണ്ടായി. 1823 ഗാൽവ സമീപത്തുള്ള ലൂയി ഗ്രാൻഡ് റോയൽ കോളേജിൽ ചേർന്നു. വളരെയധികം പ്രതീക്ഷകളോടെയാണ് ആ ചെറുബാലൻ കലാലയത്തിൻ്റെ കവാടം കടന്നു. തൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായെന്ന് മനസ്സിലാക്കുവാൻ അയാൾക്ക് അധികം നാൾ വേണ്ടി വന്നില്ല. മൂന്നാം കിടക്കാരായ അധ്യാപകരുടെ നിലവാരമില്ലാത്ത അധ്യാപനം ഗാൽവയെ നിരാശനാക്കി. അച്ചടക്കത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയെ ഞെരിച്ചൊടിച്ചിരുന്ന കലാലയ നിയമങ്ങൾക്കെതിരായി ഗാൽവ ശബ്ദമുയർത്തി. സർക്കാരിൻ്റെയും പള്ളിയുടെയും അനുശാസനങ്ങളെ ആ ചെറുബാലൻ നിർഭയം ചോദ്യം ചെയ്തു. കോളേജ് അധികൃതർക്ക് ഗാൽവ ഒരു പ്രശ്നമായി തീർന്നു. ലേഷാന്തിൻ്റെ ക്ഷേത്രഗണിതവും ലഗ്രാൻഷിൻ്റെ ബീജഗണിതവും സ്വയം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ മാത്രമാണ്
അശാന്തമായ ആ ആത്മാവിന് അല്പം സമാധാനം ലഭിച്ചത്. എച്ച്.ജെ. ബെർണിയർ എന്ന അധ്യാപകൻ്റെ പ്രസംഗങ്ങളായിരുന്നു ഗാൽബായെ ഈ വഴിക്ക് തിരിച്ചത്. ബെർണിയറോട് ഗാൽബായ്ക്ക് അതിരറ്റ ബഹുമാനം തോന്നുകയും ചെയ്തു. 2ാം വർഷത്തിൻ്റെ ആരംഭത്തിൽ റിച്ചാർഡ് എന്ന മറ്റൊരു അധ്യാപകനുമായി ഗാൽബ അടുത്തു. അദ്ദേഹം ഗാൽബയുടെ മഹത്വം കണ്ടറിഞ്ഞു. സ്വതന്ത്രമായ ഗവേഷണ മേഖലകളിലേക്ക് അദ്ദേഹം ഗാൽബയെ കൈപിടിച്ച് കയറ്റി. ഗാൽബ എന്ന ഗണിത ഗവേഷകൻ അങ്ങനെ ജന്മമെടുത്തു. 1828 വരെ ഗാൽബ ആ കോളേജിൽ പഠനവും ഗവേഷണവും നടത്തി. സംഖ്യാസിദ്ധാന്തം, സമീകരണങ്ങളുടെ നിർദ്ധാരണം, എലിപ്റ്റിക് ഫലനങ്ങൾ തുടങ്ങിയവയെപ്പറ്റിയുള്ള ഏറ്റവും പുതിയ ലേഖനങ്ങൾ വരെ ആ ബാലൻ സ്വയം പഠിച്ചു. 1829 തൻ്റെ 18ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഗവേഷണ പ്രബന്ധം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. പരമ്പരാഗത ഭിന്നിതങ്ങളെപ്പറ്റി ലഗ്രാഞ്ച് അവതരിപ്പിച്ച ഒരു സിദ്ധാന്തത്തിൻ്റെ മെച്ചപ്പെട്ട ആവിഷ്കരണമായിരുന്നു അത്. ഇക്കാലത്താണ് 5ാം കൃതിയിലുള്ള സമീകരണങ്ങൾ നിർദ്ധാരണം ചെയ്യാനുള്ള മാർഗം താൻ കണ്ടുപിടിച്ചതായി ഗാൽബയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത്. തൻ്റെ തെറ്റ് മനസ്സിലാക്കുവാൻ അധിക നാൾ വേണ്ടി വന്നില്ല. ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് സമീകരണങ്ങളുടെ നിർദ്ധാരണം എന്ന ഗണിതശാസ്ത്ര മേഖലയ്ക്ക് തൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഗാൽബ വിശദീകരിച്ചു. ഇതൊരു മഹാസാമ്രാജ്യം ആ ബാലന് തുറന്നുകൊടുത്തു. ആധുനിക ബീജഗണിതത്തിൻ്റെ അസ്ഥിവാരമായ ഗ്രൂപ്പ് സിദ്ധാന്തത്തിൽ ഗാൽബ എത്തിച്ചേർന്നു. അത്ഭുതങ്ങളുടെ ആ പാരാവാരത്തിൽ ശിശുസഹജമായ ഉത്സാഹത്തിമിർപ്പോടെ ആ അതിബുദ്ധിമാൻ നീന്തി തുടിച്ചു. തൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ പ്രാധാന്യം അത്രയൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും അന്നോളം ആരും കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു പുതിയ പർദീസയിലാണ് താൻ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് ഗാൽബയ്ക്ക് മനസ്സിലായി. 1829 മെയ് മാസത്തിൽ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ സമാഹരിച്ച് തയ്യാറാക്കിയ ഒരു ഗവേഷണ പ്രബന്ധം അദ്ദേഹം പാരീസിലെ സയൻസ് അക്കാഡമിക്ക് സമർപ്പിച്ചു. അന്നത്തെ പ്രശസ്ത പണ്ഡിതന്മാരിൽ ഒരാളായ അഗസ്റ്റിൻ കോഷിയെയാണ് ഈ പ്രബന്ധം പരിശോധിച്ച് വിലയിരുത്തുവാൻ അക്കാഡമി അക്കാലത്ത് നിയോഗിച്ചത്. ഈ ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി പലതും ഗാൽബയുടെ കുടുംബത്തിൽ സംഭവിച്ചു. സ്വതന്ത്ര ചിന്താധികാരനായിരുന്ന പിതാവ് എതിരാളികളുടെ രൂക്ഷ വിമർശനങ്ങളും പകപോക്കലും സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു. എക്കോൾ പോളിടെക്നിക്കിൽ പ്രവേശനം നേടി ഉപരിപഠനം നടത്താനുള്ള ഗാൽബയുടെ പരിശ്രമവും ഇക്കാലത്താണ് പരാജയപ്പെടുന്നത്. പ്രവേശന പരീക്ഷയിൽ പങ്കെടുത്ത ഗാൽബ പരീക്ഷയിൽ ഒരാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അതൊരു വാഗ്വാദത്തിൽ കലാശിക്കുകയും ചെയ്തതായിരുന്നു ഇതിന് കാരണം. ഇതുമൂലം സ്കൂൾ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന എക്കോൾ നോർമയിൽ എന്ന താഴ്ന്ന നിലയിലുള്ള ഒരു സ്ഥാപനത്തിൽ പ്രവേശനം നേടുവാനേ ആ യുവാവിന് അന്ന് കഴിഞ്ഞുള്ളൂ. ഈ സമയത്താണ് കോഷിയെ ഏൽപ്പിച്ചിരുന്ന ലേഖനം തിരസ്കരിക്കപ്പെട്ടതായി ഗാൽബ അറിയുന്നത്. ആ ലേഖനത്തിൻ്റെ മഹത്വം കോഷിക്ക് മനസ്സിലാകാതിരുന്നെങ്കിലും അതിൻ്റെ പോരായ്മകൾക്കാണ് അദ്ദേഹം മുൻതൂക്കം നൽകിയത്. 1830 ഫെബ്രുവരിയിൽ ഗാൽബ ആ ലേഖനം സമൂലമായി പരിഷ്കരിച്ചു. വീണ്ടും അക്കാഡമിയിൽ സമർപ്പിച്ചു. ആ വർഷത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിനുള്ള അക്കാഡമി അവാർഡ് തനിക്ക് കിട്ടുമെന്ന് ആ 19കാരൻ പ്രതീക്ഷിച്ചു. പക്ഷേ വിധി വൈപരീത്യം ആ ലേഖനത്തെയും പിടികൂടി. ഫൂറിയർ എന്ന പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനെയാണ് ഇത്തവണ ഈ ലേഖനം പരിശോധിക്കാൻ അക്കാഡമി ചുമതലപ്പെടുത്തിയത്. ഏതാനും ദിവസങ്ങൾക്കകം ഫൂറിയർ അന്തരിച്ചു. ഗാൽബയുടെ ലേഖനം എവിടെയോ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ലോകം മുഴുവൻ തനിക്കെതിരായി അണിനിരന്നിരിക്കുന്നതായി ഗാൽബയ്ക്ക് തോന്നിത്തുടങ്ങി. 1830 തൻ്റെ ലേഖനത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഒരു ശാസ്ത്ര മാസികയിൽ പ്രസിദ്ധീകരിക്കാൻ ഗാൽബയ്ക്ക് കഴിഞ്ഞു. ആ വർഷം തന്നെ കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു ലേഖനവും ആ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. പണ്ഡിത ലോകത്തെ ഈ ലേഖനങ്ങൾ അല്പമൊന്ന് ഇളക്കാതിരുന്നില്ല. പക്ഷേ അത് അർഹിക്കുന്ന പരിഗണന അതിന് ലഭിച്ചില്ല. ആ കണ്ടുപിടുത്തങ്ങളുടെ പ്രാധാന്യം അംഗീകരിക്കപ്പെട്ടത് ഏതാണ്ട് 15 കൊല്ലം കൂടി കഴിഞ്ഞാണ്. ഗാൽബയ്ക്ക് എല്ലാത്തിനോടും എതിർപ്പും വെറുപ്പും വളരാൻ ഈ സംഭവങ്ങൾ കാരണമായി. കലാലയ നിയമങ്ങൾ ലംഘിക്കാനും ഡയറക്ടറുടെ ചെയ്തികളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതാനും ഗാൽബ തയ്യാറായി. ഇതിൻ്റെ ഫലമായി 1830 ഡിസംബർ 8 ഗാൽബ എക്കോൾ നോർമയിൽ നിന്ന് നിഷ്കാസിതനായി. അതിബുദ്ധിമാനായിരുന്ന ആ ഗണിത ഗവേഷകൻ ഒരു തികഞ്ഞ രാഷ്ട്രീയ വിപ്ലവകാരിയായി മാറി. 1831 ആദ്യം മുതൽ മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനത്തിനും സർക്കാർ വിരുദ്ധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമായി ഗാൽബ വിനിയോഗിച്ചു. 1831 മെയ് 6 ആ യുവാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഒരു മാസത്തിന് ശേഷം കോടതി അയാളെ മോചിപ്പിച്ചു.
ഇതിനെ തുടർന്ന് കുറച്ചുകാലം ഗാൽവ വീണ്ടും ഗണിത ഗവേഷണത്തിൽ വ്യാപൃതനായി. ഇക്കാലത്താണ് ഗാൽവ പുതിയൊരു ഗവേഷണ പ്രബന്ധം അക്കാഡമിയിൽ സമർപ്പിച്ചത്. ഇത് പരിശോധിച്ച പാസോങ് ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് അടിക്കുറിപ്പോടെ അത് തിരിച്ചയച്ചു. ഗാൽവയെ ഇത് കൂടുതൽ നിരാശനാക്കി. 1831 ഒരു രാഷ്ട്രീയ പ്രകടനത്തിൽ വെച്ച് ഗാൽവയെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്നുണ്ടായ ജയിൽ ജീവിതം ദുരിതപൂർണമായിരുന്നു. താൻ കണ്ടെത്തിയ ഗണിതശാസ്ത്രത്തിലെ അത്ഭുത ലോകത്ത് ഗവേഷണം നടത്തിയാണ് ഈ ജയിൽ ജീവിതം സഹിക്കുവാനുള്ള മനക്കരുത്ത് ഗാൽവ നേടിയത്. 1832 മാർച്ചിൽ ജയിൽ പരിസരങ്ങളിൽ കോളറ ബാധ ഉണ്ടായതിനെ തുടർന്ന് അധികൃതർ ഗാൽവയെ മോചിപ്പിച്ചു. ആരോഗ്യം തകർന്ന ഗാൽവ ഒരു നേഴ്സിംഗ് ഹോമിൽ അഭയം തേടുകയാണ് ചെയ്തത്. ഈ നേഴ്സിംഗ് ഹോമിൽ വച്ച് കുലീനയായ ഒരു സുന്ദരിയുമായി ഗാൽവ പരിചയപ്പെട്ടു. ഇതൊരു പ്രേമബന്ധമായി വളർന്നു. പക്ഷേ ഗാൽവയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയ ആ വനിത ആ ബന്ധം വളർത്തിയെടുക്കാൻ കൂട്ടാക്കിയില്ല. ഗാൽവ നിരാശയുടെ പടുകുഴിയിൽ ആഴ്ന്നു. സ്വയം പരിത്യക്തനായ ആ ഏകാന്ത കാമുകൻ യാദൃച്ഛികമായി ഒരു ദിവസം തൻ്റെ പ്രേമഭാജനത്തെ പാരീസ് നഗരവീതിയിൽ വെച്ച് കണ്ടുമുട്ടി. അതിരുകവിഞ്ഞ ചില പ്രണയ പ്രകടനങ്ങൾക്ക് വികാരാധീനനായ ആ യുവാവ് തയ്യാറായത്രേ. ഇത് അവളുടെ ഉറ്റവരിൽ നിന്നും കാവൽ പടയാളികളിൽ നിന്നും കനത്ത പ്രതികാരത്തിന് വഴിയൊരുക്കി. 1832 മെയ് മാസം അവസാനത്തോടെ ഒരു ഏറ്റുമുട്ടൽ അനിവാര്യമെന്ന് ഗാൽവയ്ക്ക് ബോധ്യമായി. താൻ കൊല്ലപ്പെടുമെന്നൊരു തോന്നലും ഗാൽവയ്ക്കുണ്ടായി. തൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ചുരുക്കം ഉൾക്കൊള്ളുന്ന ഒരു ലേഖനവും താൻ തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധങ്ങളും ഗാൽവ തൻ്റെ സുഹൃത്തായ അഗസ്റ്റായ്ക്ക് അയച്ചു കൊടുത്തു. തൻ്റെ സമയം തീരുകയാണെന്നും ഈ പ്രബന്ധങ്ങൾ ഗൗസ്, ഷാക്കോബി തുടങ്ങിയവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും ഭാവി തലമുറകളെങ്കിലും തൻ്റെ കണ്ടുപിടുത്തങ്ങൾ അംഗീകരിക്കാതിരിക്കുകയില്ലെന്നും ഗാൽവ സുഹൃത്തിന് എഴുതിയിരുന്നു. തൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നെന്നും കാണിച്ച് നിരവധി സുഹൃത്തുക്കൾക്ക് ഗാൽവ കത്തുകൾ എഴുതി. പക്ഷേ എഴുത്തുകൾ മേൽവിലാസക്കാർക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് സംഭവിച്ചു. മെയ് 30 21ാമത്തെ വയസ്സിൽ പാരീസിലെ തെരുവീതിയിലിട്ട് പേ പിടിച്ച തെരുവ് പട്ടിയെ എന്ന പോലെ ശത്രുക്കൾ ആ പ്രതിഭാശാലിയെ അടിച്ചു കൊന്നു. ജൂൺ 2 ഗാൽവയുടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ രാഷ്ട്രീയ സുഹൃത്തുക്കൾ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തുന്നത്. അവർ ആ സുഹൃത്തിൻ്റെ ശവശരീരം സംസ്കരിച്ചു. സെമിത്തേരിയിൽ നിന്ന് ഒരു പ്രതിഷേധ ജാഥയായി ചെറുപ്പക്കാരായ ആ വിപ്ലവകാരികൾ പാരീസ് തെരുവുകളിലേക്ക് നീങ്ങി. ഈ ദിവസങ്ങൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകൾക്കും രക്തച്ചൊരിച്ചിലിനും വഴിയൊരുക്കി. തുടർന്നുണ്ടായ മറ്റൊരു വിപ്ലവത്തിന് ബീജാഭാവം ചെയ്തുകൊണ്ടാണ് അത് എരിഞ്ഞടങ്ങിയത്. വിപ്ലവകാരിയായ ഗണിത ഗവേഷകൻ ഗാൽവയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.